നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, രാജ്യത്തെ പാചകവാതക വിതരണ സംവിധാനത്തിൽ സുപ്രധാന പരിഷ്കാരവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് PNG കണക്ഷൻ നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ LPG സിലിണ്ടറുകൾ നൽകേണ്ടതില്ല എന്ന് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. ഒരേ വീട്ടിൽ തന്നെ രണ്ട് തരം ഗ്യാസ് കണക്ഷനുകൾ കൈവശം വെക്കുന്നത് തടയുന്നതിനും സിലിണ്ടറുകളുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിനുമാണ് ഈ ഒരു നടപടി. പുതിയ ഉത്തരവ് പ്രകാരം പൈപ്പ്ഡ് ഗ്യാസ് സൗകര്യമുള്ള വീടുകളിൽ ഇനി മുതൽ പുതിയ LPG കണക്ഷനുകൾ അനുവദിക്കുകയില്ല. നിലവിൽ PNG കണക്ഷനൊപ്പം NPG സിലിണ്ടറുകളും ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ തങ്ങളുടെ LPG കണക്ഷൻ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസികളിൽ സറണ്ടർ ചെയ്യണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷിതമല്ലാത്ത രീതികളിൽ പെട്രോളോ ഡീസലോ കൊണ്ടുപോവുകയോ സൂക്ഷിക്കുകയോ ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തുടനീളമുള്ള പമ്പുകളിൽ പെട്രോളും ഡീസലും ആവശ്യത്തിന് ലഭ്യമാണെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അനുചിതമായ പാത്രങ്ങളിൽ ഇന്ധനം കൊണ്ടുപോവുകയോ സൂക്ഷിക്കുകയോ ചെയ്യരുതെന്ന് ഉപഭോക്താക്കളോട് നിർദ്ദേശിക്കുന്നു. കാരണം ഇത് ഗുരുതരമായിട്ടുള്ള അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, പാചകവാതക വിതരണത്തെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ ശക്തമായതോടെ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ എത്തിയത് സർവറുകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വൈകുന്നേരം 6-ന് ശേഷം സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ ബുക്കിംഗ് നടത്തുന്നത് കൂടുതൽ വേഗത്തിലും സുഗമമായ പ്രക്രിയ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് IOC അധികൃതർ അറിയിച്ചു. നിലവിൽ സാധാരണയേക്കാൾ 10 ഇരട്ടി വരെ തിരക്കാണ് ബുക്കിംഗ് സെർവറുകളിൽ അനുഭവപ്പെടുന്നത്. IVR സംവിധാനം വഴിയുള്ള ബുക്കിംഗും പലയിടങ്ങളിലും തടസ്സപ്പെടുന്നുണ്ട്. പാചകവാതക ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കയിൽ ആളുകൾ കൂട്ടത്തോടെ റീഫിൽ ബുക്ക് ചെയ്യുന്നതാണ് തിരക്കിന് കാരണം. എന്നാൽ രാജ്യത്ത് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും ആഭ്യന്തര ഉൽപാദനം 28% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. വാട്സപ്പ് ആയ 75 88 88 82 224 അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് BBPS പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴിയും ബുക്കിംഗ് നടത്താവുന്നതാണ്. ഈ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ നിലവിൽ ബുക്കിംഗ് സാധ്യമാവൂ. ഒരു സിലിണ്ടർ ലഭിച്ച് 25 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ബുക്കിംഗ് നടത്താൻ അനുവാദമുണ്ടാകൂ എന്നുള്ള നിയമം കൂടുതൽ കർശനമായി തുടരും. സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഡെലിവറി ഓതന്റിഫിക്കേഷൻ കോഡ് നൽകുന്നത് നിർബന്ധമാണെന്നും IOC അറിയിച്ചു. രാത്രി 10 മുതൽ രാവിലെ 6 വരെ നടത്തുന്ന ബുക്കിംഗുകൾ രാവിലെ 6-ന് ശേഷമായിരിക്കും പ്രോസസ് ചെയ്യുകയെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, ഈ ഒരു മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക. ഇതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തൽ അതുപോലെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു ആഴ്ചയോടുകൂടി തന്നെ ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 25-ാം തീയതിക്ക് ശേഷം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനായ 2000 രൂപ ലഭിച്ചു തുടങ്ങുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.